അള്ളാഹു ചില പരീക്ഷണങ്ങൾ നിനക്ക് തന്നിട്ട് അള്ളാഹു നിന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്, കണ്ണുനീര് കുടിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിട്ടു അതിന് പകരമായിട്ട് അള്ളാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹു തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പരീക്ഷണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഏത് പരീക്ഷണങ്ങളാണ് അല്ലാഹു തരുന്നത്? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകന് മുത്തുനബിയാണല്ലോ. അല്ലാഹുവേ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, ഉമ്മാനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി, തനിക്ക് താങ്ങമ തണലുമായി നിന്ന ഒരുപാട് പേരങ്ങ പോയല്ലോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയല്ലോ. എന്തിന്? വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. ഈ ചരിത്രങ്ങൾ കേട്ട് കഴിയുമ്പോ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് പടച്ചവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, എനിക്കൊരു പ്രയാസവുമില്ല തമ്പുരാന്, എനിക്കൊരു പരാതിയുമില്ല അല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിനെ നമ്മൾ സ്തുതിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ, അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. പടച്ചവനെ ജീവിക്കാൻ തന്നെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, പടച്ചവന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചിരുന്നത് ആരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. നമ്മളൊക്കെ എന്ത് ഭയമാ സഹോദരാ, ഞാനും നിങ്ങളും എന്ത് പീഡനങ്ങളാ അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? പടച്ചവനെ, എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്, എവിടെ നോക്കിയാലും അക്രമങ്ങളാണ്. അവരാരും കൊല ചെയ്തതിന്റെ പേരിലല്ല, രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒറ്റ കാരണത്തിന്റെ പേരില്, മുസ്ലിമായി പോയതിന്റെ പേരില്, പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗം എങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ. ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പോലെ പടച്ചവരെ എത്രയോ പേടിച്ചിരുന്നു. ശത്രുക്കളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് നോട്ടമിട്ടിരുന്നത്. എങ്ങനെയും പ്രവാചകനെ വധിച്ചു കളയണമല്ലോ. നിങ്ങളുടെ ചരിത്രമെടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ ഓരോ സഹാബികൾ കടന്നു വന്നിട്ട് നിലവിളിക്കുന്നു, നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, പീഡനങ്ങളാണ് നബിയേ. പ്രവാചകന്റെ മുന്നിലിട്ടാണ് സുമയ്യ റളിയല്ലാഹു